ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന 6 നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ വേണമെന്ന്. അതുകൊണ്ടാണ് ഞാനിന്ന് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ നെക്കിൻ്റെയൊക്കെ അളവ് കൂടി എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു മിനിയേച്ചർ രൂപമാണ് കേട്ടോ. എല്ലാവരും മീഡിയം സൈസിലാണ് ഞാൻ ചെയ്യുന്നത്. സ്മോൾ സൈസ് ആയാലും എക്സലൊക്കെ ആയാലും നിങ്ങൾ എടുക്കുന്ന കഴുത്തിൻ്റെ വിരിവൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് കണക്കൂട്ടിയാൽ മതി. 6.4 ഇതേപോലെ ഒരു വീനക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. വീനക്ക് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയായിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോ കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഈ നെക്ക് ഡിസൈൻ ഒരു ലേസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ലേസ് ഇങ്ങനെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഈ സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് കോൺ രൂപത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ചെറിയ രീതിയിലാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. ലേസിന് അകവും പുറമുണ്ടെങ്കിൽ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നമ്മളുടെ വീനെക്കിലൊന്ന് വെച്ച് നോക്കണം. വീനെക്കിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഈ വീനൊക്കെയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഴുത്താണ്. കണ്ടില്ലേ? വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ പൊങ്ങി നിൽക്കും. അതായത് ഈ വി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലോപ്പ് കുറച്ചും കൂടി വേണമെന്ന് സാരം. നമുക്ക് ആദ്യം തന്നെ അത് അളന്ന് നോക്കായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആ തെറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ആദ്യമേ തന്നെ ഇതേപോലെ ഒരു മുട്ടുസൂചി കുത്തിയിട്ട് നമുക്ക് നോക്കിയാലും മതി. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മനസ്സിലായി കുറച്ചും കൂടി മുകളിലേക്ക് ഇതേപോലെ കയറ്റി അടിക്കണമെന്ന്. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് ആ കോൺ രൂപത്തിൽ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ബാലൻസ് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. താഴേക്ക് ഇതേപോലെ ഒരു ഡിസൈൻ വരണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. വേണമെങ്കിൽ നമുക്കത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ഡിസൈൻ ഇല്ലാത്ത രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ മുട്ടുസൂചി കുത്തി കൊടുക്കുന്നുണ്ട്. മെയിൻ തുണിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ കൂടി ഇതൊന്നിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ കഴുത്ത് വേറൊരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ നേരെ ഇത് തന്നെ ചെയ്യാണ്. ലൈനിങ് തുണി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിങ് തുണിയും ഇതും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ അവസാനം ലേസ് അടിച്ച് മറിച്ചാൽ മതി. ഇനി ഇതേപോലെ സെൻറ്റർ ഭാഗവും സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലേസ് മറിച്ചിട്ട് കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഈ ലേസ്. ആ ഫ്രണ്ടിൽ നമ്മൾ അടിച്ച് വെച്ചേക്കണ ഭാഗം ഉണ്ടല്ലോ, ലേസ് ഇതേപോലെ ലോക്ക് ചെയ്ത പോലത്തെ ഒരു ഭാഗം ഉണ്ടായില്ല, അത് മാത്രം ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ പൊന്തി നിൽക്കണ പോലെയൊക്കെ തോന്നിക്കോട്ടെ. പക്ഷെ നമുക്ക് അവിടെ ഒരു മുത്ത് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് അടിക്കുമ്പോൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിക്കോളും. ഇനി സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേസിൻ്റെ ഷേപ്പ് ഇതേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അരികിലിട്ട് അടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സൈഡ് അടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി തന്നെ കയറ്റിയാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ സൈഡ് അടിക്കുന്നത്. രണ്ടാമത്തെ അല്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അടിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർക്ക് അതൊരു അഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. ആരും ഇതേപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് കട്ട് ചെയ്ത് കളയായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കളഞ്ഞില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഷേപ്പ് വേറെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും. അങ്ങനെ ആക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ആ തൂങ്ങി നിൽക്കുന്ന സംഭവത്തിൽ ഞാൻ ഇതേപോലെ മുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുന്നിപ്പിടിപ്പിക്കുക ഒട്ടിച്ചുടിപ്പിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുന്നാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയാണ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളുടെ വീനക്ക്, തുടക്കക്കാർക്കുള്ള വീനക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. അതെ, ബാക്ക് വശമൊക്കെ കാണാൻ അത്ര വൃത്തിയൊന്നുമില്ല. സ്പീഡിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതും ഒരു വീനക്കാണ്. അത് കുറച്ചും കൂടി ഇറങ്ങിയ ടൈപ്പ് വീനക്കാണ് കേട്ടോ. ഈ കാണുന്ന റൗണ്ടിനൊക്കെയാണ് ശരിക്കുള്ള നമ്മളുടെ കഴുത്തിൻ്റെ അളവ് ഇരിക്കുന്നത്. ഇത് ഡബിൾ ലെയറാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് മറിച്ചടിച്ചാലും മതി. വീനെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതേപോലെ മടക്കടിക്കാനുള്ള രൂപത്തിലാക്കി കൊടുക്കണം. ലൈനിങ് തുണിയും കൂടി ഉള്ള മെയിൻ ക്ലോത്ത് ആണെങ്കിൽ ആ ലൈനിങ് തുണിയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ഇഞ്ചൊക്കെ ഇതേപോലെ മടക്കിയാൽ മതിയാവും. അത് ആദ്യമേ തന്നെ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് ആ കഴുത്തുണ്ടല്ലോ നമ്മൾ വെട്ടി വെച്ചിരുന്നത് നേരത്തെ, മെയിൻ ആയിട്ടുള്ള കഴുത്ത് ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വീനക്കിൻ്റെ നേരെ ആ ഒരു കോർണർ ഉണ്ടല്ലോ അവിടെ വരരുത്. അവിടെ നിന്ന് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൻ്റെ പകുതിയോളം ഇതേപോലെ ഒന്ന് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു കഴുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഈ വയലറ്റും മഞ്ഞ നല്ല കോമ്പിനേഷനാണല്ലേ. ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് നെക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ കളർ കോമ്പിനേഷനാണെന്നാണ്. ചില കളർ കോമ്പിനേഷൻ അങ്ങനെയാണ്, നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി നമുക്ക് നെക്കടിച്ച് ഇതേപോലെ ഈ അറ്റം വരെ കൊണ്ടുവരാം. അതിനുശേഷം ഒന്ന് ഡബിൾ അടി പഠിച്ചു കൊടുക്കാം കേട്ടോ ആ ഭാഗത്ത്. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ എടുത്തിട്ട് കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഇതേപോലെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും മുട്ടുസൂചിയൊക്കെ കുത്തി കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ അത്ര എക്സ്പെർട്ടൊന്നുമല്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ ഞാൻ ആദ്യം അതുമല്ലൊന്ന് പിടിച്ച് വെച്ചതിന് ശേഷമാണ് മുട്ടുസൂചിയൊക്കെ ഒന്ന് കുത്തി കൊടുത്തത്, ഒരു പ്രസർമ വെച്ചതിന് ശേഷം. അപ്പോൾ ഈ ഒരു അകലം ഒന്ന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അതിനുശേഷം അത് മടക്കി ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് ആ ഫ്രണ്ടിലെ കഴുത്തും കൂടി ഇങ്ങോട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക, ഈ സൈഡും കൂടി. എന്നിട്ട് അവിടെയും ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിന് അടിച്ചതിന് ശേഷം ആ വി ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവിടെയും അതേപോലെ ആ
കുനുപ്പൊന്ന് നമ്മളൊന്ന് ഭംഗിയാക്കി കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം ആ റൗണ്ട് കഴുത്ത് നമുക്ക് പീസ് വെച്ച് മറിച്ചടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ലൈനിങ് വെച്ച് മറിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഉൾഭാഗമൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് ബീഡൊന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നെക്കിനും ചെയ്യാം, നമുക്ക് സ്ലീവിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ 2 സൈഡും മടക്കിയതിന് ശേഷം ഞാനത് 2 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നീളം നമ്മൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. അതിനുശേഷം ഇതേപോലെ 2 ആക്കി മടക്കിയതിന് ശേഷം നമ്മൾക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് വി ആയിട്ടൊന്ന് വരച്ചു, അല്ല വി അല്ല നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഭാഗം നല്ല രീതിയിലൊന്ന് ഡബിൾ സ്റ്റിച്ചൊക്കെ അടിച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക. നമുക്ക് മറിച്ച് കിടുമ്പോൾ അത് വൃത്തിയാവാതെ ഇരിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം. ധൃതി പിടിച്ച് വീഡിയോ ചെയ്താലുള്ള കുഴപ്പം ഇതാണ്, എനിക്ക് നാക്കുളിക്കിയിട്ട് വയ്യ. ഇനി കണ്ടല്ല, ഇതേപോലെ ഒരു ഭാഗത്തെ വശം ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. ഒന്ന് നല്ല ഷാർപ്പായിട്ടുള്ള എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തിയിട്ടൊക്കെ ആ ഭാഗം ഒന്ന് നല്ല രീതിയിലാക്കി കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണം ആ ഭാഗം. എന്നിട്ട് ഇതേ ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, ഈ സൈഡ് ഇങ്ങനെ ഇരിക്കും, അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഇതേപോലെ നെക്കിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. 2 സൈഡ് നേരത്തെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി തേച്ച് വെച്ചുകൊണ്ട് കാണാനായിട്ട് നല്ല വൃത്തിയുണ്ടാവും. അതിനുശേഷം ഇത് നമ്മളുടെ നെക്കിൽ വെച്ചിട്ട് പിടിപ്പിക്കണം. നെക്ക് ഓൾറെഡി നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണോ നമുക്ക് ആവശ്യം ആ നെക്ക് ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈ നെക്ക് വെച്ചിട്ട് താഴേക്ക് വെക്കാം, അല്ല സാധാ നെക്ക് വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം വയ്ക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും കേട്ടോ. അതിനുശേഷം ഇത് വെച്ച് പിടിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഇതേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം. ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം അത്രയും ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം വേറെ ആ താഴെലോട്ട് കിടക്കുന്നതിലോട്ട് ഒന്നും പിടിക്കരുത്, ഈ ഭാഗത്ത് മാത്രം. ഞാനൊന്ന് ചെറുതായിട്ട് മാത്രമേ അടിച്ചു കൊടുത്തുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ പിന്നീട് കാണും. ശരിക്കും അത് നല്ല രീതിയിൽ തന്നെ ലെങ്ത്തായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ കഴുത്തിൽ നമ്മൾ വരച്ചേക്കണ ഇതുണ്ടല്ലോ, കഴുത്തിൽ വരച്ചേക്കണ ലൈൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് താഴെ വരുന്ന രൂപത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാക്കിയുള്ള പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എന്നാലും ചിലർ പറയും ക്ലാസ് പോലെ പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാക്കാൻ പറ്റുമെന്ന്. ഇനി ബാക്ക് വശത്ത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബാക്ക് വശത്ത് ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു രൂപമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം അതതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ പുറത്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ട്രയാങ്കിൾ ഭാഗം നല്ല ഭംഗിയിൽ നല്ല ഷാർപ്പായിട്ട്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ കുത്തി പുറത്തേക്ക് എടുക്കണമെന്ന്, എന്നാലേ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഉള്ളിലോട്ടൊക്കെ മടങ്ങിയൊന്നും ഇരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സ്ലോയിലായിട്ട് ഞാൻ ഇതെല്ലാനും അടിച്ചെടുക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഷോർട്ട് ഇടുമ്പോൾ സ്പീഡിൽ കാണിക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള പീസൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടും. അതിനുശേഷം നമുക്ക് പീസ് വെച്ചിട്ട് കഴുത്ത് മറിച്ചടിക്കാം കേട്ടോ. ഇത് നമുക്ക് കയ്യേലും ചെയ്യാം കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇനി ബാക്ക് വശത്തെ ഇതേപോലെ ഒരു ട്രയാങ്കിൾ പീസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് അടിച്ച് കഴിയുമ്പോൾ മുകളിൽ കൂടി ഇതേപോലെ ഒന്നും കൂടി ഒരു അടിപ്പും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടി വൃത്തിയായിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, സോറി. എന്നാലും സംഭവം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാലോ അത് മതി. അടുത്തത് ഒരു എളുപ്പപ്പണിയാണ്. ഞാൻ നേരത്തെ ഇതേപോലെ നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതേപോലെ യു ആയിട്ടുള്ള നെക്കിലും വി ആയിട്ടുള്ള നെക്കിലൊക്കെ എങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കണം കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല തിരക്ക് പിടിച്ചിട്ടൊക്കെ വല്ല നെക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിനിപ്പോൾ അധികം പണിയൊന്നുമില്ല. ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ആ യു നെക്കിൻ്റെ ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്ന് കുത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ യോക്ക് ഡിസൈൻ പോലെ ഇരിക്കും കേട്ടോ. യോക്ക് ഡിസൈൻ, യോക്ക് പാറ്റേൺ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു മിനിയേച്ചർ രൂപമാണ്. വലിയ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല യോക്ക് പാറ്റേൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. വീനക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചെറിയൊരു കട്ടിട്ടതിന് ശേഷം വീനക്ക് ഇതേപോലെ നമുക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ക്ലോത്തിൽ തന്നെയാണ് ഇത് രണ്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. അത്രയും വെറുതെ ക്ലോത്ത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കഴുത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഈ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ചാനലിൽ കിടപ്പുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട് പ്ലീറ്റ് നെക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ പ്ലീറ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെക്കിൻ്റെ വിട്ട് എത്രയാണോ അതിൽ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളുടെ നെക്ക് ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. 3 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് ആവശ്യം അതും അടയാളപ്പെടുത്താം. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു മിനിയേച്ചർ രൂപം ചെയ്യുന്നതുകൊണ്ടാണ് 2 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തുന്നത്. നമുക്കൊരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ വേണ്ടി വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്തിക്കോളണം കേട്ടോ. ഇനി താഴേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 ഇഞ്ചോ 3 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തുന്നുള്ളൂ. ചെറിയൊരു ഡിസൈനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി അത് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക.
ശരിക്കും നമുക്ക് ഇതേപോലെ ഫുൾ ബോക്സ് ആയിട്ട് വരച്ചിട്ട് മുകളിൽ നിന്ന് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ റൗണ്ട് കഴുത്ത് വെട്ടിയതിന് ശേഷം ആ ചെറിയൊരു ബോക്സ് മാത്രമേ ചെയ്യണുള്ളൂ. തുടക്കക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ തുടക്കക്കാരി തന്നെയാണ്, എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒരു ചെറിയൊരു കുർത്തി രൂപമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോഡീസിൻ്റെ രൂപം ആക്കി വെച്ചിട്ടുണ്ട്, കാണാനൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ നിന്ന് ഇതേപോലെ ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. താഴെ സൈഡ് അടിക്കേണ്ട ആവശ്യമില്ല. ഈ സൈഡ് ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണോട്ടാ, ഞാൻ മുകളിലേക്കുള്ള ലൈൻ മാത്രം അടിച്ചിട്ടുള്ളൂ, സൈഡിലേക്കുള്ള ലൈൻ അടിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം ആ പ്ലേറ്റ് നമുക്കൊന്ന് ഭംഗിയാക്കി കൊടുക്കണം. ആ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഭാഗം മറ്റേതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു മൊട്ട് സൂചിയും കൂടി കുത്തി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തേച്ചെടുക്കാം കേട്ടോ. അപ്പോഴാ ആ ഒരു പ്ലേറ്റ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളൊരു 1 ഇഞ്ച് കൂടുതൽ വിട്ടുകൊണ്ടാണ് ചെറിയൊരു പ്ലേറ്റ് വന്നത്. നമ്മളൊരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലേറ്റ് തന്നെ താഴ്ഭാഗത്ത് ഉണ്ടായാണ്. ഇനി ആ പ്ലേറ്റ് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ നെക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നെക്ക് അടിച്ചു മറിക്കേണ്ടതാണ്, ഞാൻ അടിച്ചു മറിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. കണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ട് പ്ലേറ്റ് സിംഗിൾ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള വീനക്കാണ് ചെയ്യണത്. ഇത് കോളറായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, വീനക്കിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാനിത് കോളറായിട്ടൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഇടാം കേട്ടോ. ഇതൊക്കെ വീനക്കിൻ്റെ അളവ് 3.5 ഇഞ്ച് × 7.5 ഇഞ്ചാണ് കേട്ടോ. ഇത്തിരി ലെങ്ത് ഉള്ള വീനക്കാണ് ഞാനിവിടെ ചെയ്യണത്, അതാണ് 7.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് കൂടിയോണ്ട് വിഷമിക്കേണ്ട, നമുക്ക് അതിൻ്റെ അകത്ത് വേറെ പീസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ മിനിയേച്ചർ രൂപമാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ചെറിയ കഴുത്ത് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് 7.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അപ്പോൾ വീനക്കിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഇരിക്കും കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കിവിടെ ഷാർപ്പ് എഡ്ജില്ല, നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ചോക്ക് ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു ചെറിയൊരു പെൻസിൽ വെച്ചിട്ടും കൂടെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നീല പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ശേഷം ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇതേപോലെ മെസ്സേജ് വരാറുണ്ട്, ചോക്ക് ശരിക്കും വരച്ചത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പെൻസിൽ വെച്ച് വരക്കണം, ഇടയ്ക്ക് ഞാൻ മറന്നും പോകും. ഇനി ഞാൻ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ള 2 പീസ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം നല്ലൊരു ഡിസൈൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത് 2 മടക്കിയതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആ മടക്കമുള്ള വശമില്ലേ, അതാണ് നെക്കിനോട് ഇതേപോലെ ചേർത്ത് വെക്കേണ്ടത്. ചേർത്ത് വെച്ചതിന് ശേഷം ഒരു മൊട്ട് സൂചിയൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും ഇതേപോലെ മൊട്ട് സൂചിയൊക്കെ വെക്കും. ഞാൻ അത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. തുണിയുടെ മെയിൻ സൈഡിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഡിസൈൻ ഇതേപോലെ ഫേസ് ടു ഫേസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ വശവും ഞാൻ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡ് നമുക്ക് ഒരേപോലെ തന്നെ മുട്ട് സൂചിയൊക്കെ കുത്തിയിട്ട് ചെയ്യാം. ഇനി താഴ്ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 4 ഇഞ്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായി. ആ ലൈനിൽ കൂടി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടൊരു ലൈൻ അടിച്ചു കൊടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കൂടുതലായി പോകരുത് കേട്ടോ, നമുക്ക് ആ നെക്ക് മറിച്ചിടാനുള്ളതാണ്. എന്നാലും നമ്മൾ കറക്റ്റായി എഡ്ജിൽ വെക്കരുത്, കുറച്ചും കൂടി താഴോട്ട് ഒന്ന് ഇറക്കി അടിക്കണം. അവിടെയാണ് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ. ഇനി വീനക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം, അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഡയഗണലി കട്ടിട്ട് കൊടുക്കുക, അതായത് ഒന്ന് ചരിച്ച് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നേരെ കട്ടിടരുത്, ഒന്ന് ചരിച്ചിട്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗം ഇതേപോലെ ഇരിക്കും, അത് അതിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2 വശവും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറിക്കുമ്പോൾ ശ്രദ്ധിക്കണോട്ടെ, ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ആവുന്ന രൂപത്തിൽ വേണം മറിക്കാനായിട്ട്. ഇത് മറിക്കുമ്പോൾ ചിരിച്ചിരിച്ച ആവശ്യത നമുക്ക് ചിലപ്പോൾ ആദ്യം കറക്റ്റായിട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യും. ഈ കഴുത്ത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ല. ഇനി ഇതേപോലെ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം നമുക്ക് ആ 4 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. വേറെ എങ്ങും കയറി പിടിക്കരുതിട്ട്, കാരണം ആ ഫ്രണ്ട് ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അടിപ്പ് നല്ല വൃത്തിയായിട്ട് വരണം. ഇനി നമുക്ക് ഇതേപോലെ നെക്ക് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ ആ ഓവർലാപ്പായിട്ടുള്ള ഭാഗം വരുമ്പോൾ നമ്മളൊരു 4 ഇഞ്ച് വിട്ടത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഭാഗം നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ വേറൊരു കളറിലെ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മളൊരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കൂടുതൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് നമുക്ക് വേണമെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓവർലാപ്പ് വീനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് നമുക്ക് മോഡലായിട്ട് കൊച്ചൂസിനെ കിട്ടിയായിരുന്നു. എല്ലാ നെക്ക് ഡിസൈനും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.